CPM ഇന്ന് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയല്ല, പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ പാർട്ടിയായി മാറിയെന്ന ജി സുധാകരൻ. ആലപ്പുഴയുടെ അസ്ഥിവാരം തോണ്ടി വാഴപ്പിണ്ടി കുഴിച്ചിട്ടതിന് നേതൃത്വം നൽകിയത് സജി ചെറിയാനെന്നും വിമർശനം. CPM തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയല്ല, പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ പാർട്ടിയായി മാറിയെന്ന അമ്പലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി ജി സുധാകരൻ ആഞ്ഞടിച്ചു. ആലപ്പുഴയിലെ ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ തലവൻ സജി ചെറിയാനാണെന്നും വിമർശിച്ചു. BJP വോട്ടില്ലെങ്കിൽ സജി ചെറിയാൻ തോൽക്കുമെന്നും സുധാകരൻ പരിഹസിച്ചു. ആലപ്പുഴയുടെ അസ്ഥിവാരം തോണ്ടി വാഴപ്പിണ്ടി കുഴിച്ചിട്ടതിന് നേതൃത്വം നൽകിയത് സജിയാണ്. സജി ചെറിയാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം. താൻ BJP പിന്തുണയോടെ മത്സരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ സ്വപ്നത്തിൽ പോലും അങ്ങനെ കരുതിയിട്ടില്ല. ചെളിക്കുണ്ടിൽ ആഴ്ന്നു പോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനോട് കുട്ടനാട്ടിലെ ചെളിയിൽ പോലും താൻ ആഴ്ന്നു പോയിട്ടില്ലെന്നും സുധാകരൻ പ്രതികരിച്ചു. BJP തനിക്ക് വോട്ട് ചെയ്യണമെന്ന് മുഖ്യമന്ത്രിയാണ് പറയുന്നത്. ആലപ്പുഴ ഇരുതല മൂർച്ചയുള്ള ആയുധമാണ്. ഇത് പിണറായി വിജയന്റെ അവസാന തെരഞ്ഞെടുപ്പാണെന്നും തന്നെ വെല്ലുവിളിക്കാൻ വരരുതെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടി അവഗണനയിൽ താനൊന്നും മിണ്ടിയില്ല. ഒരു ബ്രാഞ്ചിലേക്ക് താൻ ഒതുങ്ങി. അതിൽ കൂടുതൽ പാർട്ടി അച്ചടക്കം എങ്ങനെ പാലിക്കാൻ കഴിയും? അപ്പോഴേക്കും പാർട്ടി സജി ചെറിയാന്റെ കസ്റ്റഡിയിലായി. എന്നെ വിട്ടിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കൂ. കേരളത്തിലെ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചിലർ. പാവപ്പെട്ട MA ബേബിക്ക് ഒന്നും ചെയ്യാനില്ല. ഇത് അവസാനത്തിന്റെ ആരംഭമാണെന്നും മുഖ്യമന്ത്രിക്കൊന്നും ചെയ്യാനാകില്ലെന്നും സുധാകരൻ പറഞ്ഞു. പിണറായി വിജയൻ, എന്റെ നാട്ടിലേക്ക് വരൂ, ഞാൻ വിമാന ടിക്കറ്റ് അയച്ചു തരാം. തെലങ്കാനയിൽ വന്നാൽ താങ്കൾക്ക് അവിടെ നടന്ന വികസനങ്ങൾ നേരിൽ കാണാമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ തെലങ്കാനയിലെ വികസനം കാണാൻ ക്ഷണിച്ച് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. പ്രകടന പത്രികയിൽ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും തെലങ്കാനയിൽ കോൺഗ്രസ് നടപ്പാക്കിയെന്ന് രേവന്ത് റെഡ്ഡി അവകാശപ്പെട്ടു. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ദൈവത്തിന്റെ സ്വത്തിന് പോലും സുരക്ഷയില്ലെന്നും രേവന്ത് റെഡ്ഡി വിമർശിച്ചിരുന്നു.